വയനാട് കഴിഞ്ഞ കുറിയും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു മണ്ഡലമായിരുന്നു. പ്രത്യേകിച്ചും അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് ഇക്കുറി കുറെ കൂടി ശ്രദ്ധേയമായൊരു മണ്ഡലമായി വയനാട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ആനി രാജയാണ്. CPIയുടെ ഒരു ദേശീയ മുഖമായ ആനി രാജയാണ്. ഇപ്പോൾ BJP അവരുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ തന്നെ രാഹുൽ ഗാന്ധിയെ എതിരിടാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ആ നിലക്ക് ഒരു ത്രികോണ പോരാട്ടം എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം കാലങ്ങളായി അത് UDFിൻ്റെ ഉറച്ച കോട്ടയായ ഒരു മണ്ഡലമാണ്. അവിടത്തേക്ക് എന്തിനാണ് K സുരേന്ദ്രൻ വരുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ലെവലിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനിയായ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് ഒരു നാഷണൽ ലെവലിൽ ഒരു പക്ഷേ ഒരു വലിയ അറ്റൻഷൻസ് കിട്ടാനൊക്കെ ഉപകരിക്കും. പക്ഷേ അവിടെ സുരേന്ദ്രൻ എത്ര കണ്ട് വോട്ട് പിടിക്കാൻ പറ്റും? കുറേ കൂടി മുസ്ലിം വോട്ടുകളൊക്കെ ഉള്ള വയനാട് മണ്ഡലത്തിലേക്ക് സുരേന്ദ്രൻ്റെ വരവ് എന്ത് ഗുണമാണ് BJPക്ക് ചെയ്യുക എന്നൊക്കെയുള്ളതാണെന്ന് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നത്. നിഷാദ്, സുരേന്ദ്രൻ വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളൊരു അപ്രതീക്ഷ നീക്കാനും പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടി എന്തായിരിക്കും സുരേന്ദ്രനും BJPയും ലക്ഷ്യം കാണുന്നുണ്ടാവുക? വയനാട്ടിലേക്ക് സുരേന്ദ്രൻ വരുന്നത് എന്തോ അപ്രതീക്ഷിതമായ ചാണക്യ നീക്കം നിലയ്ക്കാണ് കേരളത്തിലെ ചില ചാനലുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടത്. അതിൽ തന്നെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തളച്ചിടാനുള്ള അതികൂർമ്മ ബുദ്ധി എന്നൊക്കെയുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ ഇന്നലെ കണ്ടു. എന്ന് വെച്ചാൽ സുരേന്ദ്രൻ കൂടി വരുന്നതോടെ തോൽവി ഭയന്ന് ഫുൾ ടൈം മണ്ഡലത്തിൽ ചെലവഴിച്ച് പ്രവർത്തിക്കേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക് എന്ന മട്ടിലൊക്കെ കേരള രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ജേണുകളെ കാണുമ്പോൾ കൗതുകം തോന്നുന്നുണ്ട്. സത്യത്തിൽ K സുരേന്ദ്രൻ വയനാട്ടിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്ന് ഞാൻ വിചാരിക്കുന്നത് ആനി രാജയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പോലുള്ള രണ്ട് പ്രധാനപ്പെട്ട മുന്നണി നേതാക്കൾ മത്സരിക്കുന്നു എന്നതുകൊണ്ട് കൊള്ളാവുന്ന ഒരാളെ അവിടെ പ്ലേസ് ചെയ്യണം, ഫീൽഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ നിന്ന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള കപ്പാസിറ്റിയിലാണ് അദ്ദേഹം വലിയ ആളാവുന്നത്. അതിനപ്പുറത്തേക്ക് BJPയിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായിട്ടുള്ള BJPയിലെ ഏറ്റവും വലിയ നേതാവെന്നും വിളിക്കാൻ പറ്റുന്ന BJPക്ക് അതായിരുന്നു അവൈലബിൾ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ സുരേന്ദ്രനൊന്നും അല്ല. പക്ഷേ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാണ്. സംസ്ഥാന അധ്യക്ഷനെ തന്നെ അവിടെ നിയോഗിക്കുന്നു എന്ന ഒരു മെസ്സേജ് കൊടുക്കുക എന്നേ കഴിയൂ. അതർവൈസ് വയനാട് മണ്ഡലത്തിൽ ഇപ്പോൾ ഇപ്പോൾ അവിടെ ഏതൊക്കെയാണ് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിപ്പോൾ ഏറനാട് BJPക്ക് എന്താ അവിടെ ചെയ്യാൻ പറ്റുക? BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് വണ്ടൂര് നിലമ്പൂർ. കുന്നമംഗലം കോഴിക്കോടാണ്. അപ്പോൾ വണ്ടൂര്, ഏറനാട്, നിലമ്പൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ BJPയെ സംബന്ധിച്ച് സവിശേഷമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത ഒരു ഹോപ്പും ഇല്ലാത്ത ഒന്നാണ്. പിന്നെയുള്ള തിരുവമ്പാടിയാണ്. തിരുവമ്പാടിയിൽ ഇനിയിപ്പോൾ എന്നതിലുള്ള ഇനി വല്ല കാസ എഫക്റ്റും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അറിയില്ല. അതും അങ്ങനെ എൻക്യാഷ് ചെയ്യാൻ ശേഷിയുള്ള ആളാണോ സുരേന്ദ്രനെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞത് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ്. അതും എനിക്ക് തോന്നുന്നില്ല വർക്കാവുന്നത്. പിന്നെയുള്ളത് എന്താണ്, ബത്തേരിയും കൽപ്പറ്റയും പിന്നെ മാനന്തവാടിയുമാണ്. അവിടെയും BJPയെ സംബന്ധിച്ച് ഹോപ്പില്ല. പിന്നെ കുറേ കാലം സുരേന്ദ്രൻ വയനാട്ടിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. RSSൻ്റെ എന്തോ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ കുറച്ച് സമയം പ്രവർത്തിച്ചിരുന്നു. എനിക്ക് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു പുള്ളി തന്നെ. അവരുടെ പ്രതികരണം തന്നെ കണ്ടു. അങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. വയനാട് അദ്ദേഹത്തിന് അറിയാവുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ടൂറിസ്റ്റ് വിസയിലാവുന്നത് എൻ്റെ സ്വന്തം സ്ഥലമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ BJP എന്ന പാർട്ടിക്ക് അവിടെ പോയി പാർട്ടിക്ക് വേണ്ടി സുരേന്ദ്രൻ എന്ത് ചെയ്യാൻ കഴിയും ചോദിച്ചാൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് കാണാൻ കഴിയും. ഒന്നാമത് UDFിൻ്റെ ഉറച്ച കോട്ടയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് തിരഞ്ഞെടുക്കുന്നുള്ള ചോദ്യത്തിന് വയനാട്ടിൽ ഒന്നും നോക്കാനില്ല, ജയിക്കും. അവിടെ പോയിട്ടില്ലെങ്കിൽ കൂടി ജയിക്കും. നോമിനേഷൻ കൊടുത്ത് തിരികെ പോന്നാൽ കൂടി ഒരു UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. അതിൻ്റെ കൂടെയാണ് രാഹുൽ ഗാന്ധി എന്ന എക്സ്ട്രാ അഡ്വാൻറ്റേജ്. അവിടെ വേറെ ആർക്കും ഒരു ഹോപ്പും ഇല്ലാത്ത തരത്തിൽ ഇന്ത്യയിൽ തന്നെ UDFിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലം. അപ്പോൾ അവിടെ BJPക്ക് എന്തെങ്കിലും ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കാൻ കഴിയും. സുരേന്ദ്രൻ വന്നവിടെ ആകെ കൂടി കളം മാറുകയാണ്, ആളുകൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്, വോട്ട് ചിതറിപ്പോവാണ്. ഒന്നുമില്ല. പക്ഷേ BJP ആഗ്രഹിക്കുന്നത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് മയപ്പെട്ടിട്ടില്ല, ഏതെങ്കിലും ഒരാളെ ഇടാനല്ല ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ഫീൽഡ് ചെയ്തൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്ഥാനാർത്ഥം കൊണ്ട് BJP ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ സീരിയസ്ലി വിചാരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് എൻ്റെ ഒന്നും പറയാനുമില്ല. ജിംസ്, കഴിഞ്ഞ കുറി BDJSനായിരുന്നു സീറ്റ് കൊടുത്തത്. ആ വോട്ട് പോലും കിട്ടിയില്ലെങ്കിൽ വലിയ നാണക്കേടാവും സുരേന്ദ്രൻ. അവിടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിനറിയാം 3 ലക്ഷത്തി. അവിടെ കഴിഞ്ഞ തവണ 2019 തുഷാർ വെള്ളാപ്പള്ളിക്ക് 1 ലക്ഷം വോട്ട് തികച്ചു കിട്ടിയില്ല. 80,000 വോട്ടോ മറ്റാണ് കിട്ടിയത്. 80,000 അല്ല, 70,000 സംതിങ് ആണ്. 2014 BJPയോടെ 80,000 വോട്ടുണ്ടായിരുന്നു. വോട്ട് കുറയാണ് BDJSന് ചെയ്തത് അവിടെ. അപ്പോൾ ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുമായിരിക്കും. സുരേന്ദ്രൻ ചിലപ്പോൾ ഇത് 1 ലക്ഷം കടത്തുമായിരിക്കും. നമുക്കങ്ങനെ പ്രതീക്ഷ. അങ്ങനെ മോശം സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം
രണ്ട് മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാൻ തക്ക കാലിബറുള്ള ആളാണ് അദ്ദേഹം. 2 മണ്ഡലങ്ങളിൽ പോയി മത്സരിച്ചു, ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് മത്സരിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു മത്സരിച്ച് തോക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് മത്സരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ മത്സരിക്കാൻ തക്ക ശേഷിയുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. വയനാടുമായിട്ട് വേറൊരു സവിശേഷ ബന്ധം സുരേന്ദ്രനുണ്ട്. ഈ എന്താണ് മറ്റേ കേസല്ലേ പ്രസീതരൊക്കെ, അതായത് ഇത് ബത്തേരി മണ്ഡലത്തിലല്ല, അത് അല്ല, മാനന്തവാടി മണ്ഡലത്തിൽ, സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എന്താണ് തെരഞ്ഞെടുപ്പ് കേസ് നിലവിൽ നിൽക്കുകയാണ്. അതിൽ കുറ്റപത്രം സമർപ്പിച്ചൊരു കേസിൽ 2 കേസുകളിലൊന്ന് ആ കേസിലെ പ്രതിയാണ് കെ സുരേന്ദ്രൻ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസിൽ പ്രതിയായ കെ സുരേന്ദ്രൻ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഇതുവരെ സംസാരിച്ചു? അപ്പോൾ വയനാട് സുരേന്ദ്രൻ മത്സരിക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും പറയണ്ടേ ഇന്ന കേസിലെ പ്രതിയായ ആ മണ്ഡലത്തിൽ തന്നെയാണല്ലോ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നതെന്ന്. അതാരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അത് ഒരു പ്രചാരണ വിഷയമാവുമെന്ന് അറിയില്ല. പിന്നെ സുരേന്ദ്രനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മത്സരം ലാഭമാണ്. അദ്ദേഹം വേണമെങ്കിൽ 3 സീറ്റ് വരെ മത്സരിച്ചേക്കും, 3-4 സീറ്റൊക്കെ മത്സരിച്ചേക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാലോ കൊടകര കുഴൽപ്പണ കേസ് എങ്ങനെയായിരുന്നു. കൊടകരയിൽ നിന്ന് ഏതാനും കോടികളാണ് കൊടകര പിടിച്ചത്, അവിടെ കൊണ്ടുവന്ന ഏതാനും കോടികളാണ്. പക്ഷേ അനൗദ്യോഗിക വിവരമനുസരിച്ച് കേരളത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് 400 കോടി രൂപയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ BJP മത്സരിക്കുന്നില്ല. ഇനി മൊത്തം NDAക്ക് വേണ്ടി ചിലവഴിക്കാനാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ എത്ര കോടി രൂപയാണ് ചിലവഴിക്കാൻ നോക്കുക? ഒരു അസംബ്ലി മണ്ഡലത്തിൽ 400 ഇത്ര കോടി വെച്ച് മുമ്പിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഫണ്ട് എത്രയായിരിക്കും വരിക? അതായത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 27,000 കോടി ചിലവഴിച്ച പാർട്ടിയാണ് രാജ്യത്തൊട്ടാകെ BJP. അപ്പോൾ കേരളത്തിലൊരു മണ്ഡലത്തിൽ കുറഞ്ഞത് 20 കോടി രൂപയെങ്കിലും വരും. ആ 20 കോടിയിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്ര കോടി ചിലവാകുമായിരിക്കും? വയനാട്ടിന് അതിൽ കൂടുതൽ വരും അജിംസ. കാരണം രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണം. രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ തെരഞ്ഞെടുപ്പ് സുരേന്ദ്രനെ സംബന്ധിച്ച് ലാഭകരമാണ്. അപ്പോൾ സുരേന്ദ്രൻ ചിലപ്പോൾ ആ സീറ്റ് ചോദിച്ചു മേടിച്ചതാകുമ്പോൾ പുള്ളിക്ക് ഞാൻ രാഹുൽ ഗാന്ധിയെ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ചതാവാനും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. അപ്പോൾ എന്തായാലും സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുന്നു. BDJSനേക്കാൾ കൂടുതൽ വോട്ട് നേടുക എന്നുള്ളത് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് അദ്ദേഹത്തിന് സാധിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കണ്ടറിയാം.